നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. CCTVയുടെ രജത ജൂബിലി ആഘോഷം ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ ചെമ്മണ്ണൂർ ഷെയ്ഖ് പാലസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. കാൽനൂറ്റാണ്ട് പിന്നിടുന്ന CCTVയുടെ പ്രൗഢമായ ആഘോഷ പരിപാടികൾക്ക് കുടുംബസംഗമത്തോടെയാണ് തുടക്കമാവുക. കേബിൾ TV ഓപ്പറേറ്റർമാർ, CCTV ജീവനക്കാർ തുടങ്ങിയവരും കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്ന സംഗമം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. AC മൊയ്തീൻ MLA അധ്യക്ഷനാകും. വിവിധ കലാപരിപാടികൾ ഉണ്ടാകും. തുടർന്ന് വൈകിട്ട് 4:30 ചേരുന്ന ജൂബിലി പൊതുസമ്മേളനം വിവിധ കർമ്മമേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ 25 ചിരാതുകളിൽ തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്യും. ഇമ്പം ഇരമ്പം എന്ന പേരിലുള്ള സുവനീർ CCTV MD TV ജോൺസൺ എഴുതി സംഗീത സംവിധായകൻ നിഖിൽ പ്രഭ ആലപിച്ച തീം സോങ് എന്നിവ ചടങ്ങിൽ പുറത്തിറക്കും. മെഗാ ഷോ ഉൾപ്പെടെ കലാപരിപാടികളും അരങ്ങേറും. പരിപാടി CCTV ന്യൂസ്, TCV ഉത്സവ് ചാനലുകളിലും യൂട്യൂബിലും തത്സമയം സംപ്രേഷണം ചെയ്യും. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ 1000 പ്രതിഷേധ സദസ്സിന്റെ ഭാഗമായി പോർക്കുളം പഞ്ചായത്തിലെ പാറേമ്പാടം സെന്ററിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ആശാ വർക്കറും സംഘടനയുടെ ജില്ലാ കമ്മിറ്റി അംഗവുമായ സ്റ്റെല്ല ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായ ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. CMP ഏരിയ സെക്രട്ടറി VG അനിൽ, RMP ഏരിയ സെക്രട്ടറി VK തമ്പി, SUCI ജില്ലാ കമ്മിറ്റി അംഗം AM സുരേഷ്, RMP ജില്ലാ കമ്മിറ്റി അംഗം ശശികുമാർ, പോർക്കുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് CR ഉണ്ണികൃഷ്ണൻ, ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് സുജ ആന്റണി, മഹിളാ കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് കവിത പ്രേംരാജ്, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. ആശാ വർക്കർമാരായ ലേഖ ഉണ്ണി സ്വാഗതവും മേഴ്സി നന്ദിയും പറഞ്ഞു. ഇടവേള. ലൈഫ് സ്റ്റക്കാകും മുമ്പേ കുറഞ്ഞ ചെലവിൽ കൂടുതൽ സ്പീഡുള്ള കേരള വിഷൻ ബ്രോഡ്ബാൻഡിലേക്ക് മാറൂ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കുറഞ്ഞ ചെലവിൽ കൂടുതൽ സ്പീഡ്. വാർത്തയിലേക്ക്. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തൃത്താല മേഖല ID കാർഡ് വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ കൂറ്റനാട് പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങ് ഷൊർണൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് R മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ID കാർഡ് വിതരണവും VR നിരഞ്ജൻ, മുർഷിദ പർവീൻ എന്നിവരെ ഉപഹാരം നൽകി അനുമോദിക്കലും DYSP നിർവഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AC ഗീവർ ചാലുശ്ശേരി അധ്യക്ഷനായി. CPM തൃത്താല ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് മാസ്റ്റർ, DCC ജനറൽ സെക്രട്ടറി K ബാബു നാസർ, BJP കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശ് നെറവക്കാട്, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KG സണ്ണി, മലപ്പുറം ജില്ലാ സെക്രട്ടറി പ്രേംദാസ് പിടാവന്നൂർ, പ്രവാസി കോൺഗ്രസ് നേതാവ് ഹൈദർ ബാവ, ജില്ലാ ട്രഷറർ ഇസ്മായിൽ പെരുമണ്ണൂർ എന്നിവർ സംസാരിച്ചു. നിരവധി മാധ്യമപ്രവർത്തകർ പങ്കെടുത്തു. രക്ഷാധികാരി C മൂസ പെരിങ്ങോട് സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി നന്ദിയും പറഞ്ഞു. ആ മീഡിയയിലെ ആ തൂണിൻ്റെ നമ്മുടെ പ്രാദേശികമായിട്ട് തൃത്താലയിലെ ആളുകളാണ് തൃത്താലയിലെ പത്രപ്രവർത്തകർ. അത് പത്രപ്രവർത്തനം എന്ന് പറയുന്നത് പൊതുജന താല്പര്യത്തിന് അനുസൃതമായി പ്രവർത്തിക്കുക, അതുപോലെ തന്നെ ഭരണകൂടമായാലും അല്ലെങ്കിൽ പൊതു സംരംഭങ്ങളിൽ ഉള്ള പ്രവർത്തനങ്ങൾ സുതാര്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മൾ പത്രപ്രവർത്തനം കൊണ്ട് വിവക്ഷിക്കുന്നത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഒരു തൊഴിൽ സംഘടന എന്ന നിലയിൽ ഇപ്പോൾ ഗവൺമെൻറ് ചെറിയ ചെറിയ ക്ഷേമനിധിയൊക്കെ തുടങ്ങിയിട്ട് പെൻഷൻ എത്തിച്ചു നൽകാനാണ് നമ്മളെല്ലാവരും സംഘടിക്കേണ്ടതും അതേപോലെ തന്നെ സേവനം നൽകേണ്ടതും. നേരത്തെ സ്വാഗതപ്രാസംഗം സൂചിപ്പിച്ച പോലെ ഒരു തൊഴിലാളി സംഘടന എന്ന രൂപത്തിൽ സംഘടനത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും വേതനവും വർധനവും ആനുകൂല്യങ്ങളുടെയും കാര്യത്തിൽ വളരെയേറെ പുറകിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ് പത്രപ്രവർത്തകർ എന്നുള്ളത് തർക്കമില്ല. നിങ്ങൾ ജോലി ചെയ്യുന്ന മാധ്യമങ്ങളുടെ വരുമാനവും അവരുടെ പരസ്യങ്ങൾ ഉൾപ്പെടെയുള്ള അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾക്ക് തരാൻ സാധിക്കുള്ളൂ എന്നത് യാഥാർത്ഥ്യമാണ്. മാധ്യമരംഗത്തെ കുതിച്ചുചാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പല മാധ്യമങ്ങളും പുറന്തള്ളപ്പെടുകയും ആ മേഖലയിലെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടം കൂടിയാണ്. ദൃശ്യ മാധ്യമങ്ങളുടെയും അതേപോലെ തന്നെ ഓൺലൈൻ ചാനലുകളുടെയും രംഗപ്രവേശനം വന്നതോടുകൂടിയിട്ട് വാർത്തകൾ എത്രമാത്രം സ്പീഡായിട്ട് ജനങ്ങളിൽ എത്തിക്കാം എന്നുള്ള മത്സരം കൂടെ ആയതോടുകൂടിയിട്ട് കേൾക്കുന്ന വാർത്തകളുടെ സത്യസന്ധതകൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്.
പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വെൽഫെയർ ജനങ്ങളെ കേൾക്കുന്നു എന്ന തലക്കെട്ടിൽ വെൽഫെയർ പാർട്ടി സംഘടിപ്പിക്കുന്ന രണ്ടാം ഘട്ട ഭവന സന്ദർശന ക്യാമ്പയിൻ പെരുമ്പിലാവിൽ നടത്തി. വെൽഫെയർ പാർട്ടി സംസ്ഥാന സമിതി അംഗം MK അസ്ലം ഉദ്ഘാടനം ചെയ്തു. വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് MN സലാഹുദ്ദീൻ, MA കമറുദ്ദീൻ, നിഷാദ് അൽത്തറ, ഹസീന സലീം, CM താഹ, P അനീഷ്, മൊയ്തീൻ ബാബ എന്നിവർ സംസാരിച്ചു. പൊറവൂർ വാർഡിൽ നടന്ന ഭവന സന്ദർശനത്തിന് MH റഫീഖ്, പാതാക്കര വാർഡിൽ അബ്ദുൾ ഹയ്യ് എന്നിവർ നേതൃത്വം നൽകി. ഒരിടവേള കൂടി. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. വാർത്തകൾ തുടരുന്നു. മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 ദിവസങ്ങളിലായി നടന്ന കലോത്സവം തരംഗ് 2025 സമാപിച്ചു. സമാപന സമ്മേളനം പ്രിൻസിപ്പൽ GP ശ്രേയസ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക വീണ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. വിജയികളായവർക്ക് യോഗത്തിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അകലാട് നിന്നും ദർസ് വിദ്യാർത്ഥിയായ 14-കാരനെ കാണാനില്ലെന്ന പരാതി. പെരുമ്പടപ്പ് ചെറുവല്ലൂർ ചക്കന്റെ വളപ്പിൽ വീട്ടിൽ അലി മകൻ മുഹമ്മദ് അൻസിലിനെയാണ് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ കാണാതായത്. അകലാട് 3 ഇനി പാതിരക്കടവ് പള്ളിയിൽ ദർസ് വിദ്യാർത്ഥിയാണ് അൻസിൽ. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ്. ഫോൺ നമ്പർ 0487 254 2390. നവമാധ്യമ കാഴ്ചയുമായി തിരിച്ചെത്താം ഇടവേളയ്ക്കു ശേഷം. 2 പതിറ്റാണ്ട് മുൻപുള്ള സുവർണ ചരിത്രം, കുന്നംകുളത്തിന് നൽകിയ സുവർണ പാരമ്പര്യം. ചരിത്രവും പാരമ്പര്യവും സ്വർണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധിയിൽ തീർത്ത് പൊന്നിൽ നിന്നാകട്ടെ. മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. നവമാധ്യമ കാഴ്ച. കുട്ടികൾക്ക് കൂടെ കളിക്കാൻ നല്ല കൂട്ടുകാരാണ് വളർത്തുമൃഗങ്ങൾ. കുറച്ചധികം പേരുണ്ടെങ്കിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി എങ്ങനെ കളിക്കും? ഇവിടെ ഒരാളുടെ കയ്യിൽ അതിനു പറ്റിയ കളിപ്പാട്ടവുമുണ്ട്. പാറേമ്പാടത്തു നിന്ന് ജെയ്സൺ പങ്കുവച്ച ദൃശ്യത്തിലേക്ക്. ചരമം. ചൂണ്ടൽ പുതുശ്ശേരി മണപ്പറമ്പിൽ ബാലൻ ഭാര്യ തങ്ക നിര്യാതയായി. 88 വയസ്സായിരുന്നു. സംസ്കാരം ഉച്ചയ്ക്ക് 2-ന് കോട്ടപ്പടി ശ്മശാനത്തിൽ നടത്തും. മുണ്ടത്തിക്കോട് രാഗദീപം ബാൻഡ് വാദ്യകലാകാരൻ കോട്ടപ്പടി മുട്ടത്തുപറമ്പിൽ കോരുണ്ണി മകൻ മോഹനൻ അന്തരിച്ചു. 59 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടത്തി. രാധ ഭാര്യയും നന്ദന, അഖില എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.